ഇതുവരെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഒരേപോലെ ജീവിക്കരുത്. നമ്മൾ മിക്കവാറും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരേപോലെ ആയിരിക്കും. നിങ്ങൾ കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുന്ന ഭാഗം ഒരേ സ്ഥലത്തായിരിക്കും. സോപ്പ് തേച്ച് നമ്മൾ തുടങ്ങുന്നത് ഒരേ സ്ഥലത്തായിരിക്കും. നമ്മുടെ ജീവിതം ഒരേപോലെയാണോ? ഒരു യാത്ര പോയിട്ട് എത്ര കാലമായി ഉണ്ടാവും? യാത്ര ചെയ്യൂ. ചേഞ്ച് ഇൻ സീനറീസ് ആൻഡ് സീസൺസ്. നമ്മൾ എന്നും കാണുന്ന കാഴ്ചകൾക്ക് വ്യത്യസ്തതകൾ ഉണ്ടാവട്ടെ, പുതിയ കാഴ്ചകൾ കാണട്ടെ. പൈസ നോക്കരുത്, പൊക്കോളൂ. വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന ദിവസം ഏതെങ്കിലും ബസ്സിലോ ട്രെയിനിലോ കയറിപ്പോയിട്ട് വല്ല മലയുടെ മുകളിലേക്ക് കയറിപ്പോയിട്ട് ഇറങ്ങി ഉരുണ്ട് തഴവാ. ഒരു മാറ്റമോ ജീവിതത്തിൽ. ഏതൊരു കമന്റ് വായിച്ചു, ബോറടിച്ചിരിക്കായിരുന്നു. പിന്നെ ഞാനെടുത്ത് വിറക് പെറുക്കി തീ കൊടുത്തു. പിന്നെ ആംബുലൻസ് ആയി, പോലീസായി, കേസായി. ഇപ്പൊ നല്ല നേരമ്പോക്ക് ഉണ്ട്. ഹെയർ സ്റ്റൈൽ മാറ്റണം. എത്ര കാലമായി ഒരേപോലെ കണ്ട്. ചിലവരുണ്ട് പനങ്കുല പോലെ മുടി വളർത്തിയിട്ട് നാട്ടുകാർ മുഴുവൻ ഗംഭീര മുടി കേട്ടോ. അത് കേട്ട് അതും ആവായിച്ചിട്ട് ഈ പാവം അതും പിടിച്ച് വർഷങ്ങളായിട്ട് ഇതിന്റെ കഷ്ടപ്പാട്. കിടന്നുറങ്ങുമ്പോൾ ഇതെവിടെ കൊണ്ടുപോയി വെക്കണം? ബസ്സിൽ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ പറന്നിട്ട് ബാക്കിലുള്ള മൂന്നാളുടെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അവരിരുന്ന് ചുമച്ച് ആരെയൊക്കെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കുകയാണ്. ഇതൊക്കെ വെട്ടിയൊക്കെ കള. എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ബന്ധുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ഞെട്ടട്ട് ചിരിക്കാൻ മടിക്കരുത്. ഒരു 30-34 വയസ്സ് വരെ നമുക്ക് ഒരേ കളറിലുള്ള പല്ലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പല വർണ്ണങ്ങളിലായിരിക്കും. ആ മഞ്ഞ, പച്ച, എനിക്കൊക്കെ അങ്ങനെയല്ലേ. ഇടയ്ക്കൽ ഗുഹ, ഇടയ്ക്കുള്ള ചിലതില്ല. പക്ഷെ അതും വെച്ചിട്ട് നിൽക്കരുത്. നിങ്ങൾ സംസാരിക്കുമ്പോ വരുന്നതിന് വന്നോട്ടെ. അത് നമ്മുടെ പ്രശ്നമാണോ? കഷണ്ടി ഉള്ള ഒരാള് അയാളോട് വേറെ ആൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ കഷണ്ടി ഉള്ളതിൽ വല്ല വിഷമമുണ്ടോ? അയാൾ പറഞ്ഞു, എന്തിനു വിഷമിക്കണം? രാവിലെയും വൈകുന്നേരം മാത്രമേ ഞാൻ ഈ കഷണ്ടി ഞാൻ കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ നാട്ടുകാരെ കാണുന്നത്. അത് അവരുടെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമാണോ? ഞാൻ എന്റെ കഷണ്ടി കാണുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നഴ്സുമാരോട് ഞാൻ ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്? നിങ്ങൾ നഴ്സുമാരാണെങ്കിൽ എന്ത് മറുപടി പറയും? ഒരു നഴ്സിന് ആരാണ് ശമ്പളം തരുന്നത്? പറ. പേഷ്യൻസ് അല്ലേ? അല്ല, ബൈസ്റ്റാൻഡറാ. പേഷ്യന്റ് വെറുതെ കിടക്കല്ലേ? പക്ഷെ ആ ഹോസ്പിറ്റലിലെ നിയമങ്ങൾ മുഴുവൻ ബൈസ്റ്റാൻഡർക്ക് എതിരാണ്. ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചെടുത്ത് രോഗിക്ക് കിടക്കാം. ഇവിടെ തുപ്പാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, അവിടെ രോഗി ഛർദിക്കും. എന്നിട്ട് ഞാൻ പേഷ്യൻ്റാണ്. രോഗിക്ക് എന്ത് ചെയ്യാം? 9 മണി കഴിഞ്ഞ് ബൈസ്റ്റാൻഡറെ സെക്യൂരിറ്റി അയാള് ഫുൾ ടൈം തിരക്കിലായിരിക്കും. ആര്? ബൈസ്റ്റാൻഡർ. പക്ഷെ പൈസ അടയ്ക്കുന്നത് ബൈസ്റ്റാൻഡർ അല്ലേ? നമ്മൾ പെട്ടെന്ന് വിചാരിക്കും രോഗിയൊന്നല്ലേ? രോഗിയല്ല. എന്നിട്ട് ഈ നഴ്സുമാർ മുഴുവൻ മെക്കിട്ട് കയറുന്ന ആരുടെ നേരെയായിരിക്കും? പറ. ബൈസ്റ്റാൻഡർ. ഇതൊന്നും മാറ്റി പിടിച്ചാൽ മതി. ബൈസ്റ്റാൻഡറാണ് നമ്മളിലേക്ക് ഇൻകം വരുത്തുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നഴ്സുമാരോട് പറഞ്ഞാണത്. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ക്ലാസ്സിൽ പോയപ്പോൾ അവര്, സാറേ ഞാനിപ്പോ ബൈസ്റ്റാൻഡറെ പുതിയ കണ്ണിലൂടെയാണ് നോക്കുന്നത്. ഞാൻ പറയാം, ആ കണ്ണിന് മാറ്റി വെക്കണം. സെൽഫ് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ലോകത്താരും നമ്മൾ അഭിനന്ദിച്ചില്ലേ, നമ്മൾ തന്നെ അഭിനന്ദിക്കാം. അപ്പൊ ക്ലാസ് ഒക്കെ നന്നായി ഞാൻ എനിക്ക് തന്നെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. കഴിക്കണം മുത്ത, കഴിക്കണം. എന്റെ ക്ലാസ്സുകൾ നന്നാവാറുണ്ട്, അതല്ലേ ഇത് കാണുന്നത് കേട്ടോ. നമുക്കൊരു റബ്ബർ ബാൻഡ് ഇടാം. നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ടിക് എന്നൊരു അടി അടിക്കുക. അപ്പൊ പെയിന് വരും. അപ്പൊ ബ്രെയിനും മനസ്സിലാവും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെയിന് ആണ് വരിക. അപ്പൊ നെഗറ്റീവ് വരാണ്ട് നോക്കും. പോസിറ്റീവ് നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം, നല്ല കാപ്പി കുടിക്കുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ നീന്തുക, അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുക. പോസിറ്റീവായിട്ട് ജീവിക്കുന്നേ. എന്തോരം നെഗറ്റീവ് പുറത്തുണ്ട്. മൈജി ഷാജിയുടെ വീടിന്റെ ഉദ്ഘാടനം കണ്ടോ? അതിന്റെ അടിയിൽ കമന്റ് വായിച്ചു നോക്കി. 6 അടി മണ്ണിൽ കിടക്കാനുള്ളതല്ലേ, വെറുതെ അസൂയ, ഒരു സുഖം. എന്റെ കമന്റിന് താഴെ നെഗറ്റീവ് അടിച്ചവരോട് ഞാൻ അവനെ നേരിട്ട് കണ്ടു. നീ എന്തിനാണ് ചെയ്ത്? ഒരു സുഖമുണ്ട് സാർ. സ്കൂളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടീച്ചർക്ക് പ്രിൻസിപ്പലിനെ പേടി, പ്രിൻസിപ്പലിന് മാനേജറെ പേടി, മാനേജർക്ക് രക്ഷിതാക്കളെ പേടി, രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടി, കുട്ടികൾക്ക് ആരെയും പേടിയില്ല. അവരിങ്ങനെ നടക്കണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അല്ലേ? ചെറുതായിട്ടൊരു പിടുത്തൊക്കെ പിടിക്കണം. പട്ടം പറന്നു പോകുമ്പോ പരുന്തുണ്ടല്ലോ, പരുന്തും പട്ടം കൂടി ഇങ്ങനെ മത്സരിക്കണം. പരുന്ത് ഒരു സൈഡിലെ പട്ടം ഇങ്ങനെ മത്സരിക്കുക. അപ്പൊ കുറെ കഴിഞ്ഞിട്ട് പട്ടം പരുന്തിനോട് പറഞ്ഞേ, അതെ എനിക്ക് നിന്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല, കാരണം താഴേന്ന് ആരോ പിടിച്ച് വലിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്ത് താഴെ പോയിട്ട് അതൊന്ന് ആ നൂലൊന്നും പൊട്ടിച്ചിടോ എന്ന് ചോദിച്ചു. അപ്പോൾ താഴെ പോയിട്ട് നൂല് പൊട്ടിച്ചിട്ട് എന്ത് സംഭവിക്കും? ആ പട്ടം കൂപ്പൂത്തി വീഴും. ഇതുപോലെയാണ് പാരൻസും കുട്ടികളും. ഈ പട്ടം ആ നൂല് പിടിച്ച് വലിക്കുന്നത് ഉയരാനാണ്.
നൂല് പിടിച്ച് വലിക്കുന്നത് കാണുമ്പോൾ അത് താഴ്ത്തേക്കാന്ന് തോന്നുമെങ്കിലും അത് ഉയരാൻ തന്നെയാണ്. എൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട്, ഇവള് 5 പ്രാവശ്യം ടെസ്റ്റിന് പോയി, കാറിന്റെ ടെസ്റ്റിന് 5 പ്രാവശ്യം പൊട്ടി. ഒരു നാണവും മാനവും ഇല്ല കേട്ടോ. MVDയോട് ഞാൻ ചോദിച്ചു, MVD എന്റെ ഫാനാണ്. അപ്പൊ MVD ഞാൻ ചോദിച്ചു, സാറേ എന്താ സംഭവിച്ചു? അപ്പൊ അയാൾ പറഞ്ഞു, ഒരു കമ്പി ബാക്കി നിർത്തിയെങ്കിൽ ഞാൻ കൊടുത്തേനെ. ഒരൊറ്റ കമ്പി. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താ ചെയ്ത്? അപ്പൊ അവള് പറഞ്ഞു, അത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ 4 കമ്പി പോയി. പിന്നെ ഞാനവിടെ ആഘോഷിച്ചു. ഒറ്റയ്ക്ക് ഓടിക്കണമെന്ന് ആഗ്രഹം ഇവൾക്ക്. അങ്ങനെ എന്റെ കാർ എടുത്തിട്ട് പോയി. രാവിലെ 7 മണിക്ക് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോകണേ. 7:30 ആകുമ്പോ എനിക്കൊരു ഫോൺ. ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ കാറ് പച്ചക്കറിക്കടയുടെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കട ഇടിച്ചു പൊളിച്ച ഒരു ഭാവം ആ മുഖത്തില്ല. ഞാൻ ചെല്ലുമ്പോ പയറൊക്കെ പൊട്ടിച്ച് കളിക്കാതെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പരിപാടിയാണ് കാണിച്ചത്? അപ്പൊ അവള് പറഞ്ഞു, എന്തൊക്കെ ചെയ്യണം എന്നറിയോ? ഞാൻ പറയും, എന്ത് ചെയ്യണം? ടേണിങ്ങിലല്ലേ ഈ കട, ടേണിങ്ങിലാണ് ഈ കട. ഞാൻ എന്തൊക്കെ ചെയ്യണം? അപ്പൊ അവൾ എന്നെ പഠിപ്പിക്കുക, ഹോൺ അടിക്കണം, ഓക്കെ, ഇൻഡിക്കേറ്റർ ഇടണം, ക്ലച്ച് ചവിട്ടണം, ഓ ഗിയർ ഡൗൺ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞപ്പോ തിരിക്കാൻ ഞാൻ മറന്നുപോയി. അവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറയെങ്കിലും അവളാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ ശക്തി. ചില അമ്മമാരുടെ ഡയലോഗ് ഉണ്ട് ഇത്രേ, നിനക്ക് വേണ്ടിയല്ലേ അച്ഛൻ കഷ്ടപ്പെടുന്നത്? അപ്പൊ കുട്ടികളും മറുപടി, ഞാൻ പറഞ്ഞോ കഷ്ടപ്പെടാം. 4 കാര്യങ്ങൾ ഉപേക്ഷിക്കണം പ്രിയപ്പെട്ടവർ. 4 കാര്യങ്ങൾ. ABCD. A അഡ്വൈസ്, B ബ്ലെയിം, കുറ്റപ്പെടുത്തുക. നീ നന്നാവില്ലടാ. എന്നെ നന്നാവത്ത്? അതെനിക്കറിയില്ല, പക്ഷെ നീ നന്നാവില്ല. C കമ്പാരിസൺ. കണ്ടുകൂടാ മനുഷ്യന്, എനിക്കും കണ്ടുകൂടാ. കടിഞ്ഞൂൽ പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ? എന്താ വീഡിയോ ഓഫ് ചെയ്യുമോ? ഓഫ് ചെയ്യും. കടിഞ്ഞൂൽ പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ? കടിഞ്ഞൂൽ പൊട്ടൻ കണ്ടിട്ടുണ്ടോ? കണ്ടോ? ഞാനാണ്. മൂത്ത കുട്ടി പൊട്ടൻ, രണ്ടാമത്തത് ജിംബ്രൂട്ടൻ, മൂന്നാമത്തത് കിടുകിടുകുട്ടൻ. ഞാനാണ് മൂത്തത്. ഒരു വീട്ടിൽ 3-4 പിള്ളേരുണ്ടെങ്കിൽ അവസാനം വരുന്ന കുട്ടി പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കില്ലേ? അതിന്റെ അർത്ഥം മൂത്തത് പൊട്ടനാണെന്നാണോ? എൻ്റെ ഒരു ആഗ്രഹം വെച്ചാല്, മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, വൈഫ് അവൾക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ വേണം എന്ന് പറയാം, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാം. ഇങ്ങനെയല്ല പറയാ. ഞാൻ പുറത്ത്, എടി നിനക്ക് ഭക്ഷണം വല്ലതും വാങ്ങിക്കണോ? വേണ്ട. അപ്പൊ എനിക്ക് ഡൗട്ടായി, വേണമെന്നാണോ വേണ്ടതാണോ? അപ്പൊ നമ്മൾ വാങ്ങിക്കില്ല. ഇതിന് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ചോദിക്കും, എവിടെ? ഞാൻ ചോദിക്കും, എന്ത് ഫുഡ്? നീ അല്ലേ വേണ്ടാന്ന് പറഞ്ഞോണ്ട് വേണ്ട മേടിക്കായിട്ട് വരിക. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല എന്നൊക്കെ ആയിട്ട് പറയും. നമ്മൾ പാവങ്ങളാ, ശുദ്ധന്മാരാണ് നമ്മള്. ഒരു കഥ കേട്ടിട്ടുണ്ടോ? ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ ഞാന് ഒരു സ്വപ്നം കണ്ടു, സ്വർണവും ഡയമണ്ടും നിറഞ്ഞിരിക്കുന്ന സ്വപ്നം, അതും എൻ്റെ ബർത്ത്ഡേക്ക്. എന്താ അതിന്റെ അർത്ഥം ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ബർത്ത്ഡേ ആവട്ടെ, അർത്ഥം നിനക്ക് മനസ്സിലാവും. അങ്ങനെ ബർത്ത്ഡേക്ക് ഭാര്യ കാത്തിരിക്കുകയാണ്. ഇയാളൊരു ഗിഫ്റ്റ് ആയിട്ട് വന്ന്. ഭാര്യ അതിൽ തുറന്നപ്പോ ഒരു പുസ്തകമാണ്, സ്വപ്ന വ്യാഖ്യാനം, സ്വപ്നങ്ങൾ എങ്ങനെ. ഇയാൾ വിചാരിച്ച് ഇതിന്റെ അർത്ഥം പറയാനാണെന്നാണ്. 2 തരത്തിലുള്ള എക്സാമിനെ അഭിമുഖീകരിക്കുക. 1 എക്സാം പേടി, 2 എക്സാം നോക്കുന്നവർ പേടിക്കണ്ട. എക്സാം കഴിഞ്ഞ റിസൾട്ട് വരുമ്പോൾ നാട്ടുകാർ വീട്ടുകാരൊക്കെ നമ്മൾ മുഖത്തേര്. എക്സാമിന് ടെൻഷൻ ഉണ്ടോ എന്ന് അറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? എക്സാം ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം ഓർമ്മയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മറന്നു, പുറത്തിറങ്ങിയപ്പോൾ ചിലവർക്ക് വീട്ടിൽ പോയിട്ട് കുളിക്കുമ്പോഴാണ് ഓർമ്മ വരും. ഷവറിന്റെ കീഴിൽ അയ്യോ അയ്യോ. ഞാൻ പൊട്ടനാന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പൊട്ടനാന്ന് പറഞ്ഞ ടീച്ചർ എന്നെ എപ്പോൾ കണ്ടാലും പറയും, പൊട്ടനാടാ നീ. എന്നെ കണക്ക് ടീച്ചറാണ്. എന്നെ കണക്കിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിച്ചത് ആ മുതലാണ്. എന്നെ പൊട്ടെന്ന് വിളിച്ച അതേ ടീച്ചറുള്ള അതേ സ്കൂളിൽ ഞാൻ വിശിഷ്ടാതിഥിയായിട്ട് പിന്നീട് പങ്കെടുത്തു. എന്നിട്ട് ആ ടീച്ചർ അടങ്ങുന്ന ടീച്ചേഴ്സിന് ഞാൻ ക്ലാസ് എടുത്തു, എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ പകരം വിട്ടാൻ പോയതല്ല, അത് അങ്ങനെ സംഭവിച്ചു. നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ഒരു ദേഷ്യവും നമ്മൾ ഉള്ളിൽ കയറ്റി നടക്കരുത് ആരോടും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നു, ദേഷ്യം നല്ലതാണ്, പക്ഷെ പക മാനസിക പ്രശ്നമാണ്. പെട്ടെന്നൊരു ദേഷ്യം വരും, കൊല്ലണവനെ, അതങ്ങനെ ഇറങ്ങിപ്പോണം. അല്ലാതെ 6 മാസം
അവനെ കൊല്ലണം, അവനെ കൊല്ലണം. മറ്റേ സിനിമയിലില്ലേ പുലിയെ കൊല്ലണം, ഒരു ചെക്കൻ. അത് പകയാണ്, അത് പ്രശ്നമാണ്. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ട്രിഗർ ചെയ്യും. ഒരു വിഷമം വന്നു, കരയണം. പക്ഷെ 3 മാസം കരയരുത്, അല്ലേ? നമ്മളൊക്കെ കരയാറില്ലേ? മരിച്ച വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ആ വണ്ടിയിൽ ചിരിച്ച് കളിച്ചിട്ട് മരിച്ച ആ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് എത്തും തോറും നമ്മൾ സങ്കടം ഇങ്ങനെ കൂട്ടുക ചെയ്യുക. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത, ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പോട്ടെ സാരല്ല കരയണ്ട. പറയരുത്. എൻ്റെ വൈഫിൻ്റെ 5 പവന്റെ മാല കിണറ്റിൽ പോയി, അത് തപ്പിയിട്ട് കിട്ടുന്നില്ല. അപ്പൊ എനിക്കൊരു സങ്കടം തോന്നി, എനിക്കൊരു കരച്ചിൽ വന്നു. അപ്പൊ എൻ്റെ അയൽവാസി വന്നിട്ട് എന്നോട് പറയാം, പോട്ടെ. ആർക്ക് പോട്ടെ? സാരല്ല, എന്തിന് സാരം, കരയണ്ട. ഞാൻ പറയാം, കരഞ്ഞ ഒരു ആശ്വാസം കിട്ടു, ഒന്ന് കരഞ്ഞോട്ടെ. 5 പവന്റെ മാല കുറച്ച് വലുതായി പോയി അല്ലേ? എൻ്റെ ഭാര്യയുടെ ചെറിയൊരു സ്വർണ്ണമാല കിണറ്റിപ്പോയി. എൻ്റെ ഭാര്യ കിണറ്റിൽ പോയി. അതാകാ അതിൽ നമ്മൾ കരയൂലല്ലോ. 2 തരത്തിലുള്ള ആൾക്കാരെ കടൽ കാണാൻ പോവാ. ഒന്ന് കടൽ കാണാൻ പോകുന്നവരെ, 2 കടൽ കാണാൻ പോകുന്നവരെ കാണാൻ പോകുന്നവര്. അവരെ അറിയാം, കടലിലേക്ക് നോക്കൂല, കരയിലേക്ക് മാത്രമേ നോക്കൂ. അപ്പൊ നമ്മൾ പറഞ്ഞു, കടൽ അവിടെ കേട്ടോ. ഈ കടലിലേക്ക് ഇറങ്ങുന്ന സീൻ കണ്ടിട്ടുണ്ട് ആൾക്കാര്. ആദ്യം ഇറങ്ങൂല എന്ന് തീരുമാനിക്കും. നമ്മൾ ഇറങ്ങാനേ പോണില്ല, നമ്മൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കും, എങ്ങനെയാ മനുഷ്യന്മാർ ഇവിടെ ഊട്ടുതൂണില്ല. അവര് ചെറിയ ഡ്രസ്സിലൊക്കെ കിടന്ന് മറിയണ, ഹൗ കൻ ഈവൻ പോസിബിൾ എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ കുറേ നേരം ബോറടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെരുപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ചെരുപ്പ് ഊരി വെക്കും. ഇതൊരു ഇറങ്ങാനുള്ള പരിപാടിയില്ലേ, നമ്മളിങ്ങനെ തെര അറ്റം വരെ ഇങ്ങനെ വന്നിട്ട് സാരി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. തെര ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തെര അങ്ങോട്ട് പോയി ഓ ഇതൊരു 10 റൗണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു റൗണ്ടിൽ നനയും അടിയിൽ നനഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസായി, അത്രയും ഭാഗം നനയ്ക്കാനുള്ള ലൈസൻസായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കുറച്ചുകൂടി വന്നു. പിന്നെ ആ സാരിയുടെ അടിഭാഗത്തൊക്കെ ആയി. പിന്നെ നമുക്ക് മനസ്സിലായി കുറച്ചൊക്കെ ആയി. പിന്നെ അത്രയും ആയിക്കോട്ടെ. പിന്നെ അവിടെ പിന്നെ അവിടെ പിന്നെ അവിടെ കിടന്നു. പിന്നെ കണ്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഡ്രസ്സേ വേണം. അല്ല അങ്ങനെയല്ല, നമ്മൾ മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്താ? അടുത്തുള്ളവരെ കടലിലേക്ക് വലിച്ചെറിയാൻ നോക്കും അല്ലേ? നമ്മുടെ കമ്പനി വളരണം. ഗ്രോ വിത്ത് ദ കമ്പനി. ഗ്രോ വിത്ത് ദ കമ്പനി. കമ്പനിയോടൊപ്പം വളരണം, മത്സരിക്കാം. കഴിഞ്ഞ മാസത്തെ ഇൻസെന്റീവ്സ് എത്രയാണ്? അതിനേക്കാൾ കൂടുതൽ. സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് എന്ന് പറഞ്ഞാലേ സാലറിയെ കുറിച്ച് ചിന്തിക്കാത്ത ആളാണ്. എന്തിനെ കുറിച്ച് ചിന്തിക്കണം? ഇൻസെന്റീവ്സ്. സാലറി നമുക്ക് കടലമിട്ടായി വാങ്ങാനുള്ളത്. ഇൻസെന്റീവ്സിലെ വർക്കാം. ഇങ്ങനെ ഒന്നും ഇരുന്ന എല്ലാവരും കൈയൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ ആക്കിക്കോ. കൊണ്ടുപോയോ പറ, ഇങ്ങോട്ട് കൊണ്ടുപോയോ പറയും, ഇങ്ങോട്ട് കൊണ്ടുപോവാ. മനസ്സിലായോ? ഓരോ അച്ഛനമ്മയും മോനെയും കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ മനസ്സുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവാ. അതിന് മറ്റുള്ളവർ ആർത്തി എന്നൊക്കെ പറയും. ഞാൻ പറയും, ആ മാനസികാവസ്ഥയിൽ ഇരുന്ന് വലിച്ചെടുക്കണം. അപ്പൊ വിട്ടുകളയാൻ തോന്നൂല. മനസ്സിലായോ? പൊളിക്കണം. നെവർ സെറ്റിൽ. 1+ പരസ്യം കണ്ടിട്ടില്ലേ? നെവർ സെറ്റിൽ ഫോർ ലെസ്. എക്സാമിനേഷൻ ഇനി കുറച്ച് ദിവസമുള്ളൂ അല്ലേ? ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഒരു ബന്ധുക്കളും മരിക്കില്ല, പ്രസവിക്കില്ല, അവർ വിവാഹം കഴിക്കില്ല. കഴിച്ചോട്ടെ, നിങ്ങളതറിയണ്ട. നമ്മുടെ അങ്കിളുണ്ടല്ലോ, മാമൻ അങ്കിൾ വന്നിട്ട് പറയും, മോളോ അങ്കിളിന്റെ കല്യാണം വേണം, എന്തായാലും വരണം. അപ്പൊ നമ്മൾ പറയും, മാമൻ വന്നിരിക്കും. 3 ദിവസം മുമ്പ് ചെയ്യരുത്. മാമനോട് പറയേണ്ട ഡയലോഗ് ഞാൻ പഠിപ്പിച്ച ചളിയടിക്കും. മാമൻ, ഇപ്പോഴത്തെ കല്യാണങ്ങൾ 2 വർഷമാകുമ്പോഴേക്കും ഡൈവോഴ്സ് ആവാറുണ്ട്. ഞാൻ അടുത്ത കല്യാണത്തിൽ വരാം. അപ്പൊ അങ്കിൾ പറയും, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. കേരളത്തിൽ 6 വരിപ്പാത പൂർത്തിയായിട്ട്, ഞാൻ 6 വരിപ്പാത പൂർത്തിയായി തുറന്നെടുത്ത 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറുള്ളൂ. നിങ്ങൾക്കറിയോ എങ്ങനെ ഡ്രൈവ് ചെയ്യണ്ടെന്ന്? അറിയാമോ? അറിയോ? ഇടത്തെ ലൈനിലൂടെയാണ് സ്ലോ ആയിട്ടുള്ളത് പോകേണ്ടത്. അവിടെയാണ് ലോറികൾ പോകേണ്ടത്. എന്താണെന്നറിയില്ല, ഒറ്റ ലോറി ആ വഴിക്ക് പോയത്. നടുക്കിലൂടെയാണ് സ്പീഡ് ലൈൻ.
റൈറ്റ് സൈഡിൽ അറ്റത്തുള്ളത് ഒഴിച്ചിടണം, ആംബുലൻസിനുള്ളതും. ഓവർടേക്കിങ് അതുവഴിയാണ് നടക്കേണ്ടത്. അതിങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് സെക്കൻഡ് ലൈനിലേക്ക് വരണം. ഇതാ വേണ്ടത്. ഇത് ലോറികളൊക്കെ അപ്പുറത്ത്, സ്കൂട്ടറൊക്കെ അപ്പുറത്ത്. നമ്മളിങ്ങനെ എപ്പോഴാ ഗെയിം കളിക്കണ പോലെയാണ് ഇവിടെ. എവിടുന്ന ഏതാ സാധനം വരിക എന്നൊരു പിടുത്തല്ല. ഇതിൻ്റെ ഇടയിൽ മറ്റേ ലിമിറ്റഡ് സ്റ്റോപ്പും എന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ പോകണം. പിന്നെ എന്തൊക്കെയാണ് നമ്മളെ നാട്ടുകാർ ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ? ഈ പുതിയ പടങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് ഷോക്ക് കയറി കണ്ടിട്ട് അതിൻ്റെ സ്റ്റോറി എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന ചില വൃത്തികെട്ടവന്മാർ. നോക്കിക്കോ, എമ്പുരാൻ പടത്തില് വില്ലൻ ആരാണെന്ന് അന്ന് തന്നെ രാവിലെ 7:30 8 മണിക്ക് ഇടാൻ തയ്യാറായിട്ട് നടക്കണ കുറഞ്ഞുണ്ട്. എന്നിട്ട് അവരതിൻ്റെ ഇടും. പിന്നെ അതിന്റെ സസ്പെൻസ് പോയി, അതിന്റെ രസം പോയി ഇല്ലേ? അജ്മൽ ഷാജഹാൻ എന്ന് പറഞ്ഞ നമ്മുടെ വഹാബ് സാറിന്റെ മോന്റെ ബ്രിഡ്ജ് വേലെ, അവനൊരു ഒറ്റ ആളാണ് എന്നെ കൊണ്ട് ബെൻസടിപ്പിച്ചത്. അവൻ പറഞ്ഞു, സാറേ ക്ലാസ് കഴിഞ്ഞിട്ട് സാറ് പുറത്തിറങ്ങുമ്പോൾ കാറിൽ ഇങ്ങനെ ചാരിക്കിടന്ന് ആംബിയൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് സുഖം. ഞാൻ ആ സുഖത്തിലവിടെ പോയി. നോ ഹസിൽ ക്ലോസ് എന്ന് പറഞ്ഞ സാറുണ്ട്. സാർ ഒന്നും അറിയണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ഇതിന്റെ ഒരാളാണ്. ഇതിലാണ് ഞാൻ വീണത്. എനിക്ക് അക്കൗണ്ട് SBIയിലുണ്ട്, എനിക്ക് അക്കൗണ്ട് ആക്സിസിലുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കിലുണ്ട്, ഫെഡറൽ ബാങ്കിലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു ബാങ്കിൽ മാനേജർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, സാർ ഒന്നും അറിയണ്ട, 2 ഒപ്പിട്ടാൽ മതി. എന്നിട്ട് ഞാൻ അതെ സാറേ 2 ഒപ്പിട്ടാൽ മതി, ഞാൻ ലോൺ തരാം. അപ്പൊ ഞാൻ എവിടെ വെച്ച് കാണും? സാറ് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. പിറ്റേ ദിവസം രാവിലെ 6:30 മണിക്ക് ഇയാൾ എൻ്റെ ഫ്ലാറ്റിന്റെ മുമ്പിൽ. ഞാൻ വാതിൽ പറഞ്ഞപ്പോ, സാറേ 2 ഒപ്പിട്ടു. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഞാൻ 2 ഒപ്പിട്ടു. അയാൾ പറഞ്ഞേ, സാറ് വാമായല്ലോ. ഞാൻ പറഞ്ഞു, ആ വാമ, ഇത് വാമപ്പ ഒപ്പാണ്. ഇനി അങ്ങോട്ട് ഇട്ടോ. ഞാൻ പറഞ്ഞു, എടോ മനുഷ്യർ, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. ഈ സെയിൽസ് ക്ലോസ് ചെയ്യുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ ആ നിപ്പിൽ എൻ്റെ ഭാര്യനെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചു. എനിക്ക് ക്രെഡിറ്റ് കാർഡ്, ഭാര്യയ്ക്ക് ക്രെഡിറ്റ് കാർഡ്. ഇനി അയാളെ 10 മിനിറ്റ് കൂടി അയാൾ എൻ്റെ ആധാരം പണം വെച്ച് ലോണും തരും. നിരന്തരം ഫോളോ അപ്പ് ചെയ്യും, നിരന്തരം. എത്ര പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യണം ഒരാളെ? അയാൾ മരിക്കുന്നത് വരെ. നമ്മൾ ഫോൺ ചെയ്തിട്ട് അവിടുന്ന് വേറെ ആൾ എടുത്തിട്ട് പറയണ, ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ വിളിച്ച ആള് മരിച്ചു. അപ്പൊ നമ്മൾ ഉറപ്പാണോ? ശരിക്കും മരിച്ചോ? മരിച്ചു. ഉറപ്പാണോ? എന്നാൽ അയാളുടെ മൂത്ത കുട്ടിക്ക് കൊടുക്കും. നമ്മൾ മരിച്ചിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? തിരി സൈക്കോ ആ വാക്കാണ് എനിക്ക് കേൾക്കേണ്ടത്. ഒരു സൈക്കോയ്ക്ക് അത് അറിയൂ. നമുക്ക് 2 തരത്തിലുള്ള കമ്പനികൾ ഉണ്ടാവും. ഒന്ന് പൊളിക്കാനുള്ള കമ്പനി, 2 വളരാനുള്ള കമ്പനി. ഒന്ന് അടിച്ചു പൊളിക്കാൻ, നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കാനുള്ള കമ്പനി. അവരെ പൊളിക്കാൻ കമ്പനിയാക്കി, ഒരു വൈബ് അടിക്കാനുള്ള കമ്പനിയാക്കി മാറ്റുക. 2 വളരാനുള്ള കമ്പനി. നമ്മൾ ഈ പൊളിക്കാനുള്ള കമ്പനി, അടിച്ചു പൊളിക്കാനുള്ള ഫ്രണ്ട്സിന്റെ കൂടെ വളരാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കത് മനസ്സിലാവൂല. ജസ്റ്റ് കീപ് ദം ഫോർ പൊളി പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വളർച്ചയെ നമ്മളെ തലോലിക്കുന്ന കുറെ ഫ്രണ്ട്സുകളുണ്ട്. അവരെ പിടിച്ചാൽ വളരും. നമ്മൾ അതിനനുസരിച്ച് മാറേണ്ടി വരും, ചുറ്റുപാടുകൾ മാറ്റേണ്ടി വരും, ചിലരോട് നോ പറയേണ്ടി വരും, ചിലരെ കാണാതിരിക്കേണ്ടി വരും. 42 വയസ്സുണ്ട്, പക്ഷെ കണ്ടാ പറയില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. എൻ്റെ മോട്ടിവേഷൻ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി 73 വയസ്സില്ലേ? ഇല്ലേ? ഇന്നലെയും കൂടി ഒരു ഫോട്ടോ ഇറക്കി വിട്ടില്ലേ ആ മനുഷ്യൻ? 73 വയസ്സായി. അയാളുടെ വില അറിയണമെങ്കിൽ 73 വയസ്സുള്ള നമ്മുടെ നാട്ടിലെ കുറെ കാരണന്മാരെ നോക്കിയാൽ മതി. തീർന്നും പറഞ്ഞിരിക്കും. മമ്മൂട്ടി 10ാം ക്ലാസ്സിൽ ഒപ്പം പഠിച്ച കുട്ടികളുടെ റീയൂണിയൻ ഉണ്ടാവില്ലേ, അതിന് പോയിട്ട് ഒപ്പം പഠിച്ച ഒരു പെൺകുട്ടിക്ക് മമ്മൂട്ടി അടക്കടിച്ചു കൊടുക്കും. പെൺകുട്ടി തീർന്നു. മനസ്സിലായോ? വയസ്സ് നമ്മൾ നമുക്കിടുന്ന വയസ്സാണ്. ലാസ്റ്റ് എത്ര ഞാൻ പറഞ്ഞു? ലാസ്റ്റ് നമ്മൾ അത് മതി. നെഗറ്റീവ് അടിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും അല്ലേ? നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ദൈവം കുറെ ബന്ധുക്കളെ തന്നിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അപ്രത്യക്ഷമോ, ഇവരെ കാണൂല, അപ്രത്യക്ഷമോ. പിന്നെ ഒരു ശല്യമില്ലേ, 2 വർഷം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം വീട്ടിലെത്തി. എന്തായി? എന്നിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് അറിയാനാണ് ഈ പിശാചികൾക്ക് താല്പര്യം. റിസൾട്ട് വന്നതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കണം ആന്റി.
നല്ല റിസൾട്ട് ആണെങ്കിൽ നമ്മൾ ആ സ്ക്രീൻഷോട്ടിന്റെ കൂടെ നമ്മുടെ മുഖം വെക്കും. മോശം റിസൾട്ട് ആണെങ്കിൽ നമ്മൾ അറിയാതെ തിരിഞ്ഞു പോകും. ആന്റിക്ക് കിട്ടുന്ന ഭാഗങ്ങൾ വേറെ. ആന്റി പറയും രണ്ടും പോക്കാം. മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്ക്, കേരളത്തിന് പുറത്തും പറഞ്ഞേക്ക്. പെൺപിള്ളേരൊക്കെ പോട്ടേന്നെ, പോയി വരട്ടെ, ധൈര്യം കിട്ടും പിള്ളേർക്ക്. ആ കുട്ടി എൻ്റെ ഉപ്പാനെ കൊണ്ടുവരായിരുന്നു ക്ലാസ്സിന്. ഞാൻ പാരന്റിങ്ങിന്റെ ഒരു അടിസ്ഥാന കാര്യം പറയാം. 12 വയസ്സ് വരെ പേരൻസിന്റെ ഇഷ്ടപ്രകാരമാണ് കുട്ടിയെ വളർത്തേണ്ടത്. 12 to 18 കുട്ടിയുമായിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കണം. കാരണം കുട്ടി ഇൻഫോംഡ് ചൈൽഡായി. 18 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ അവരെ വളർത്താൻ നിൽക്കരുത്. ഞാനാ പറയുന്നത് ഡൈവോഴ്സ്. അല്ലാതെ അവരെ പുറകെ ഇങ്ങനെ നടക്കരുത്. എന്റെ മോളൊക്കെ വളർന്നത് ഞാനിപ്പോ തന്നെ ഡൈവോഴ്സിന് തയ്യാറാണ്. പഠിച്ചിട്ട് തന്നെ രക്ഷപ്പെടുള്ളൂ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഫീസ് നിങ്ങൾക്ക് എത്രയെന്ന് അറിയോ? ഒരു വർഷത്തിനാണ് തോന്നുന്നു 4000 രൂപ, 4750 രൂപ ഒരു വർഷത്തെ ഫീസ്. ആ ഫീസ് അടയ്ക്കാൻ നമുക്ക് തന്നെ നാണക്കേടോ. നേരെ മറിച്ച് നിങ്ങളൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBS പഠിക്കാൻ നിങ്ങൾക്ക് തന്നെ ഒരു അഭിമാനം ഉണ്ടാവും. ഏതാണ്ട് ഒരു 1.5 കോടി രൂപ, ആ 2 കോടി 75, ആ അച്ഛൻ്റെ കയ്യിൽ 1 കോടി, അമ്മയുടെ കയ്യിൽ 1 കോടി. എന്നിട്ട് നമ്മൾ പറയും തളരല്ലേ, ഇനിയും ചെലവുണ്ട്. നിങ്ങൾ പറ, 2 കോടി കൊടുത്ത് 1.5 കോടി കൊടുത്ത് 75 ലക്ഷം കൊടുത്ത് പഠിക്കണോ, അതോ 5000 രൂപ കൊടുത്ത് പഠിക്കണോ? പേരൻസ്, കുട്ടികളെ പിടിക്കാനുള്ള ഒരൊറ്റ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ലെക്ചറിങ്ങിന് പകരം ഒറ്റ വാക്കി പറയും. ലെക്ചറിങ് എന്ന് പറഞ്ഞാൽ പരത്തി പറയുക. ഉപദേശി പിള്ളേർക്ക് കണ്ടുകൂടാ. ഒറ്റ വാക്കി പറയാം. അതായത് വൈകിട്ട് വീട്ടിൽ ചെന്നാൽ ബാഗ് ഇവരൊക്കെ കൃത്യമായിട്ട് വെക്കാൻ ഞാൻ കണ്ടിട്ടില്ല. ബാഗ് കറക്കിയിട്ട് ദൈവമേ കൈ തോഴാം. ചിലവർ മുസ്ലിംസാനെ പിടിച്ചത് ബിസ്മില്ലാഹ്. അപ്പൊ ലെക്ചറിങ് ഉണ്ടാവും. ഈ ബാഗ് ഇവിടെ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും. വേറെ സാധനം ഇവർ ചെയ്യും. ബാത്റൂമിൽ പോയി ഈ തോർത്തുമുണ്ട് ബെഡിന് മുറിക്കേണ്ടി വരും. ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് പ്രാന്താവും. ബാഗാണെന്ന് കഴിക്കും, ബാഗ്. അപ്പൊ നമ്മളെന്താ സാധാരണ ലെക്ചറിങ് കഴിക്കും. നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ല അവിടെ ഈ ബാഗ് ഇങ്ങനെ എങ്ങനെയാണ് എൻ്റെ വയറ്റി വന്ന് പറഞ്ഞത്, പക്ഷേ 100 പ്രാവശ്യം പറഞ്ഞില്ല ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുക്കും. ആര്? അമ്മ. അതാർക്കറിയാം? കുട്ടിക്കറിയാം. ഈ കളി നിങ്ങൾ മാറ്റി കളിക്കണം. ഞാൻ പറയുന്നു ഒറ്റ വാക്കി പറയാം, ഒറ്റ വാക്ക്. അടുത്ത ദിവസം ഇതേപോലെ ബാഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവനോട് പറയാം, ബാഗ് എന്ന് പറഞ്ഞു. താങ്ക് യു. ബ്രേക്കപ്പ് ആയപ്പോൾ ഭംഗിയുള്ള പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചൊരു പയ്യൻ. അവനെ കൊണ്ടുപോയിട്ട് കൗൺസിൽ ചെയ്ത് നോക്കിയപ്പോൾ അവൻ ആ പാറ്റേൺ ഉണ്ട്, മുമ്പുണ്ട്. എന്ത് ഭംഗിയുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു പാറ്റേൺ അവനുണ്ട്. അവൻ അതിനു മുമ്പ് കോഴിക്കുട്ടിയെ അമ്മിക്കല്ലോണ്ട് ഇടിച്ച് കൊന്നിട്ടുണ്ട്. അതിനു മുമ്പ് പൂച്ചയെ വാലിൽ ചുരുട്ടിയിട്ട് ചുമരിമടിച്ച് കൊന്നിട്ടുണ്ട്. അതിനു മുമ്പ് സ്കൂളിലെ ബാത്റൂം കരിക്കട്ട കൊണ്ട് വരച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, ഈ ബാത്റൂം കരിക്കട്ട കൊണ്ട് വരയ്ക്കുന്നത് ഇതും തമ്മിൽ എന്താ ബന്ധമുണ്ട്? ഒരു പാറ്റേൺ അവിടുന്ന് രൂപപ്പെടുന്നത്. അതായത് വൃത്തിയുള്ള ഒരു സ്ഥലം നശിപ്പിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ അത് ഉണ്ടാവുന്നത് അങ്ങനെ ബാത്റൂമിൽ കരിക്കട്ട കൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കരുതുന്ന നിസ്സാരമായ പരിപാടിയാണ്. അല്ല, അപ്പൊ എന്തുണ്ടാവും? ഭംഗിയുള്ള ഒരു കോഴിക്കുട്ടിയെ കൊല്ലാനുള്ള ഒരു മടി മാറും. കുറച്ച് കഴിയുമ്പോൾ അവ കൊല്ലും. അപ്പൊ കുറച്ചുകൂടി ധൈര്യം വന്നു, ആ പാറ്റേൺ രൂപപ്പെട്ടു. അടുത്തത് പൂച്ചയെ അടിച്ചിട്ട് ഇത്രയും രൂപപ്പെട്ട ആൾക്ക് പിന്നെ പ്രേമം പൊളിഞ്ഞപ്പോൾ പിന്നെ അവന് തോന്നുക അവൾ ഇനി അങ്ങനെ നടക്കേണ്ട, ആസിഡ് ഒഴിച്ച് പൊള്ളിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേകതയുണ്ട്. അച്ചടക്കത്തോടെ ജീവിക്കാൻ പഠിക്കുക. ടാലന്റിനേക്കാൾ വലുതാണ് അച്ചടക്കം. അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം. അച്ചടക്കത്തോടെ ഉണ്ടാവണം. ബുക്കൊക്കെ നേരെ വെക്കണം, കൃത്യമായിട്ട് കാര്യം ചെയ്യുക. മുടിയൊക്കെ പിന്നെ നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണേലും മുടി വെക്കാം. ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് അത് പൂർത്തീകരിക്കുന്നതാണ് പാപം. വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പോലും നല്ലതാണ്. കാരണം ആ ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി പണിയെടുത്തല്ലോ നമ്മള്. അങ്ങനെ പണിയെടുക്കുമ്പോൾ നമ്മളൊന്നും മാറും. ചിലവരുടെ പ്രശ്നം ദേ ആർ ബീങ് കംഫർട്ടബിൾ. എനിക്കിതൊക്കെ മതി, ഇത്രയൊക്കെ തന്നെ മതി, ഇതാണ് സമാധാനം. വെറുതെ പറയാ, വളർച്ച ഉണ്ടാവില്ല. സ്ട്രെച്ച് ചെയ്യണം, ലക്ഷ്യം വലുതാക്കണം.
ലക്ഷ്യം വലുതാക്കുമ്പോൾ തടസ്സം നമ്മൾ മറക്കും. അതൊരു മെന്റാലിറ്റിയാ. ചിലർ തടസ്സം കാണും, ചിലർ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കാണും. ന്യൂസ് അവർ എന്നൊക്കെ പറഞ്ഞ ഈ വാർത്തയില് കാണരുത്. 10 മണിക്ക് 10:30 ഒരു വാർത്ത ഉണ്ട്. എന്റെ പൊന്നോ, കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം. അവൻ തന്നെ ഒരു ഗുണ്ടാ നേതാവിനെ പോലെയാണ്. പിന്നെ ആ സീരിയലും അതൊന്നും നിങ്ങൾ കാണുന്നില്ല. രാത്രി 12 മണിക്ക് പട്ടുസാരി എടുത്ത് പച്ചക്കറി എറിയുന്ന ടീമാണ്. ഈ ഹിന്ദി സീരിയലൊക്കെ എൻ്റെ വൈഫിന്റെ ഉമ്മ ഇരുന്ന് കാണുകയാണ് ഹിന്ദി സീരിയൽ. ഞാൻ ഇത് എന്ത് മനസ്സിലായിട്ട് നല്ല രസല്ലേ. ഈ ജെൻസി പിള്ളേര് 2000 കിഡില്ലേ, എന്താ പറയാ 2K കിഡ്സ്. ഇവരുടെ കുറെ സ്വഭാവങ്ങളുണ്ട്. നമുക്ക് ഭാഗ്യത്തിന് അതില്ല ഇവിടെ. ആ പിള്ളേരുള്ള വർക്ക് കമ്പനിയിൽ മാനേജർമാർ നിർത്തിപ്പോവാണ്. കാരണം എന്താ അറിയോ, എന്തെങ്കിലും ചീത്ത പറയാം, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺപിള്ളേർ ഇങ്ങനെ തുറച്ചു നോക്കും. അപ്പൊ മാനേജർ എന്താ ഈ പറഞ്ഞേ, എന്താ പറയണേ. മാനേജർമാര് അടിപൊളിയാണ്. പീപ്പിൾ ഡോണ്ട് ലീവ്. ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാനേജർ കൈയടിച്ചാൽ മതി. പീപ്പിൾ ഡോണ്ട് ലീവ് കമ്പനീസ്, ദേ ലീവ് മാനേജേഴ്സ്. അവര് കമ്പനി വിട്ടിട്ടല്ല പോണത്, ആ മാനേജറെ സഹിക്കാൻ പറ്റാണ്ടാണ് പോണത്. ഇനി താനൊന്ന് കൈയടിച്ച കാട്ടെ, താങ്കൾ മാനേജർ അല്ലേ? ഞാൻ പാവം മനുഷ്യന്മാരാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഷോക്ക് അബ്സോർബർ ആവണം മാനേജർ. മുകളിൽ നിന്നുള്ള പ്രഷർ താഴേക്ക് വരാതെ, താഴെ നിന്നുള്ള ഗട്ടറിന്റെ പ്രശ്നങ്ങളൊക്കെ മുകളിലേക്ക് പോകാതെ സഹിക്കണം ആ പാവങ്ങൾ. നേരെ തിരിച്ചുള്ളതുകൊണ്ട് മുകളിൽ നിന്നുള്ളത് ഇരട്ടിയായിട്ട് താഴെ നിന്നുള്ളത് ഇരട്ടിയായിട്ട് മുകളിലേക്ക് കൊടുക്കും, മുകളിൽ നിന്നുള്ളത് 10 മടങ്ങായിട്ട് താഴേക്ക് പോയിട്ട് അങ്ങനത്തെ അവരുണ്ട്, പാവങ്ങളാണ്. പക്ഷെ അവരുടെ ജീവിതം അല്ലേ. ഇനി അയാൾക്ക് വേണ്ടി ഒരു മറ്റേ നിങ്ങൾ ഏത് വയസ്സുകാരനാണ് ഏത് വയസ്സുകാരിയാണ് എന്നതല്ല, ഏത് വയസ്സുകാരെ പോലെ ചിന്തിക്കുന്നു എന്നതാണ് കാര്യം. 40 വയസ്സിൽ തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. 40 കടക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ അങ്കിൾ എന്ന് വിളിച്ചു തുടങ്ങും. അങ്കിൾ, അവരൊരു ട്രാപ്പ്, അത് വിഴരുത്. നമുക്ക് വേണ്ട മോഡലുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 62 വയസ്സുള്ള മോഹൻലാൽ 62ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ ഒരു ജനലിന്റെ ഉള്ളിൽ കൂടെ ചാടിയപ്പോ അതിന് കൈയടിച്ചത് 15 വയസ്സുള്ള പിള്ളേരാ. മനസ്സിലാക്കണം. ഏതാ പടം? തുടരും. പിന്നെ ആ മനുഷ്യൻ ഒരു മാല ഇട്ടിട്ട് ഇങ്ങനെ വന്നില്ലേ, വിൻസ്മേനോ പരസ്യമൊക്കെ കണ്ടോ? ഏത് ടൈമിലാണ് ചെയ്യുന്നത് നോക്കണം. അയാളല്ലാതെ വേറെ ആൾ ചെയ്താൽ ചിലപ്പോൾ അലമ്പാവും. ആ മനുഷ്യൻ ലെജൻഡാണ് അല്ലേ. 62 വയസ്സ്, 74 വയസ്സുണ്ട് മമ്മൂട്ടിക്ക്. ഇപ്പോഴും ആ മനുഷ്യൻ, ഇപ്പോഴും കേരളത്തിൽ മമ്മൂട്ടിയും മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ. അതാണ് ലെജൻഡുകളാണ്. ബീയിങ് റെലവന്റ് ടു ദ ഇൻഡസ്ട്രി, ബീയിങ് റെലവന്റ് ടു വാട്ട് യു ഡു. മൂഡ് സിംഗ് ഇത് എനിക്കിട്ടുള്ളതാണല്ലോ. എന്റെ പേരെന്നെ ഇപ്പൊ മൂഡ് സിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസം നടക്കും ദേടാ നമ്മുടെ മൂഡ് സിംഗ് പോണു. അത് പക്ഷെ കത്തിയില്ല, കുറച്ച് 2 കത്തിയുള്ളൂ. കുറച്ചുകൂടിയും വരേണ്ടതായിരുന്നു. പോരാ, ഒന്നും കൂടി കത്തേണ്ടതായിരുന്നു. മൂഡ് ഡിസോർഡർ ഉണ്ടാവും, മൂഡ് സിംഗ് ഉണ്ടാവും. എൻ്റെ വൈഫ് ഇടയ്ക്ക് ഇതിനാണ് നമ്മൾ പറയാതെ ഭദ്രകാളി, മദർ തെരേസ. അതായത് ചില സമയത്ത് ഭദ്രകാളി ദൈവങ്ങളൊന്നും പറഞ്ഞല്ലോ കേട്ടോ. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ദേഷ്യം, മദർ തെരേസ ശാന്തി സമാധാനം. ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഭദ്രകാളി ആവുമ്പോൾ താങ്കൾ മദർ തെരേസ ആവണം, താങ്കൾ ഭദ്രകാളി ആവുമ്പോൾ ഞാൻ മദർ തെരേസ ആയിക്കോളാം. 15 വർഷമായിട്ട് ഞാനാണ് മദർ തെരേസ. ആ മനുഷ്യന്റെ മുഖത്തൊരു ആശ്വാസം നോക്കി. ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കി ഭാര്യയുമായിട്ട് തല്ലുകൂടിയാൽ ആദ്യം വരുന്ന വാക്കുകളുണ്ടല്ലോ, അത് പറയരുത്. രണ്ടാമത് വരുന്നതും പറയരുത്. മൂന്നാമത്തതേ പറയാവൂ. ഓക്കെ, എന്നാൽ ജീവിതം രക്ഷപ്പെടും. എന്റെ വൈഫ് ലേണിംഗ് ലൈസൻസ് എടുത്തിട്ട് ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല. 5 പ്രാവശ്യം ടെസ്റ്റിന് പോയി പൊട്ടിയ മനുഷ്യൻ. അതിന്റെ ഒരു അഹങ്കാരം ഇത് ഓടിക്കുമ്പില്ല, പറന്ന് പോവാണ്. അപ്പൊ നേരെ ഒരു ലോറി കണ്ടപ്പോ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ചവിട്ട് എന്ന് പറഞ്ഞു. ബ്രേക്ക് അല്ല, ആക്സിലേറ്റർ ആണ് ചവിട്ടിയ. നേരെ പോയി ലോറിയുടെ ബാക്കിലോട്ട് ഇടിച്ചു. എനിക്ക് ആദ്യമായിട്ട് വന്ന സാധനം, ഇതിന്റെ ഹെഡ്ലൈറ്റ് നിന്റെ അപ്പം കൊണ്ടുവന്ന് തരുമെന്നാണ് എനിക്ക് ആദ്യം വന്നത്. അത് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞില്ലേ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ABC. അതാണ് വന്നത്. അതും ഞാൻ പറഞ്ഞില്ല. മൂന്നാമത്തെ ഞാൻ പറഞ്ഞു, സാരല്ല, ഈ വണ്ടിക്കാർ ചെയ്ത എന്തോ ഒരു മിസ്റ്റേക്കാണ്. കാരണം അവരെന്ത് പരിപാടി, ബ്രേക്കിന്റെ തൊട്ടടുത്ത് ആക്സിലേറ്റർ വെച്ചതുകൊണ്ടല്ലേ എന്റെ മുത്ത് അറിയാതെ ചവിട്ടിയത്. അപ്പൊ അവള് സൈഡാക്കിയിട്ട് പറഞ്ഞു, അതാ ഞാനും ആലോചിക്കും.
അപ്പൊ ഞാൻ ആ ഡാഷ് ബോർഡിന് മുകളിലേക്ക് തല ഇടിച്ചു. അപ്പോൾ എന്ത് പറ്റി? ഞാൻ പറഞ്ഞ ഒന്നുമില്ല, പ്രാക്ടീസ് ചെയ്താണ്, ഇനി പോവാളല്ലേ.